സരസ്വതി, അവര് വന്നു. മോളെ എന്താ മോളെ കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല? അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞത്. മോനിരിക്കെ. ഐസക് കൺസ്ട്രക്ഷന്റെ വർക്കൊക്കെ കഴിഞ്ഞു രവി. ആ കഴിയാറായി. ഇന്ദു, മിനിമോൾ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്താ അമ്മ അവിടെ ഒരു കുസൃതി? അവിടെ സംസാരവും മറ്റും കേട്ടാ വലിയവര് പോലും തോറ്റുപോകും. ഈ പ്രായത്തിൽ കുട്ടികളായ അല്പ കുസൃതിയൊക്കെ വേണം, അല്ലെങ്കിൽ കാണാൻ എന്താ രസം. നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു? ദേ ഇവളുടെ മുതുകത്തിരുന്ന് ആന കളിക്കുമായിരുന്നു. അവൾ ആഹാരം പോലും കഴിക്കാൻ വിടില്ല, അല്ലേ കാർത്യായനി? ദേ എന്റെ ഈ ഒരു വശം ചരിഞ്ഞത് തന്നെ ഇന്ദുക്കുഞ്ഞ് കേറി ഇരുന്നിരുന്ന. എനിക്ക് മതി മുത്തശ്ശി. മോളെ, ഇപ്പോഴും നാരായണി തന്നെയാണോ വീട്ടില്? അതെ അമ്മേ, കുറെ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോവും. അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക. രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല. മമ്മി, ഡാഡി. ഹായ് ഡാഡി. ചേച്ചി, ചേട്ടന് ബോറടിച്ചെന്ന് തോന്നുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ. ഞാനും അമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം. വാ മോളെ, നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. ഡാഡി. വാ വാ. എന്താ ബോറടിച്ചോ? പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ, ആകപ്പാടെ ഒരു അലവലാതി കടപ്പുറം മാത്രമുണ്ട്. ഇത്ര എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരു സ്ഥലം. 2 ദിവസത്തേക്കല്ലേ രവിയേട്ടാ? എന്തിനധികം, 2 ദിവസം മതിയല്ലോ. വരൂ, നമുക്കൊന്ന് പുറത്തു പോവാം. വാ ഡാഡി. വരൂന്നേ. വേണ്ട, എനിക്ക് ചെമ്മീൻ വേണം. മോൾ മുത്തശ്ശിയോട് ചോദിക്കേ. മുത്തശ്ശി, എനിക്ക് ചെമ്മീൻ വേണം. തരാം മോളെ. അമ്മേ, ഇവള് വലിയ ചെമ്മീൻ കൊതിച്ചാ. നീ രവിക്ക് ചെമ്മീൻ കൊടുക്ക്. മതി മതി മതി. കഴിക്കുന്നേ, അവിടുത്തെ പോലെ കോൾഡ് സ്റ്റോറേജിലെ മീനല്ല, ഫ്രഷാണ്. മുത്തശ്ശി, എനിക്ക് വിക്രമാദിത്യന്റെ കഥ പറഞ്ഞാ മുത്തശ്ശി? പറഞ്ഞു തരാം മോളെ. ഒരു രാജ്യത്ത് ഒരു രാജ. നീ ഉറങ്ങാൻ വരുന്നില്ലേ? ഞാൻ മുത്തശ്ശി എടുത്ത് കിടന്നോളാം. ആ, പാതിരാത്രി അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വിക്രമാദിത്യന്റെ കഥ കേൾക്കാൻ പോവാ. അമ്മേ, ഇവളെ സൂക്ഷിച്ചോണം, രാത്രി കിടന്ന് മൂത്രം ഒഴിക്കും. മുത്തശ്ശി, ഈ മമ്മി കള്ളം പറയാ. എന്റെ മോളെ മിട്ടിക്കുക. അമ്മ, ഞാൻ മോക്കിന് ഏറ്റവും എടുത്തോണ്ട് വരാം, ഒന്ന് മാറ്റിയേക്കാം. ശരി മോളെ. അതാ പറയാ മുത്തശ്ശി. പറയാം മോളെ. ചേച്ചി, ദാ ചേട്ടന് പാല്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ? ആ, അവിടെ നിന്ന്. നീ ഇങ്ങനെ വന്നും പോയി നിന്നാലോ? ഇന്ന് നമ്മുടെ 5th വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതെ അതെ, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞൊരു കുട്ടിയായി, കുട്ടിയുടെ മുലമുടി നിർത്തി, എന്നിട്ട് നാണമില്ലല്ലോ. ശരിടാ.
ഇന്ദു എന്നല്ലേ പേര്? എന്റെ പേര് രവി. തൊഴിൽ എഞ്ചിനീയർ. 27 വയസ്സ്. 5 അടി 11 ഇഞ്ച് പൊക്കം. 79 കിലോ തൂക്കം. ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇന്ദു ഇതിനു മുമ്പ് എന്നെ കണ്ടു കാണുമല്ലോ. എനിക്ക് ഇന്ദുവിനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ഒറ്റത്തടിയാ. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു. അതുകൊണ്ട് അമ്മായിയമ്മ പോലും നാത്തും പോലും ഒന്നും ഉണ്ടാവില്ല. നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു. പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും വേണമെന്ന് തോന്നി. ഇന്ദുവിനെ കണ്ടത് മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി. എനിക്കൊരു കുടുംബജീവൻ തരാൻ ഇന്ദുവിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്താ ഒന്നും വേണ്ടാത്തത്? ആ, പിന്നൊരു കാര്യം, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം. എന്താ ആലോചിക്കുന്നത്? ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. അപ്പോ ഞാനങ്ങോട്ട്. എന്തുകൊണ്ട് വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയും. രവേട്ട, ഈ വിവാഹത്തിന് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, എന്റെ വീട്ടുകാരുൾപ്പെടെ. എല്ലാം എനിക്കറിയാമുണ്ട്. നിന്റെ ഈ തീരുമാനം വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ഞാനൊന്ന് പറയാം. ആളുകൾ പറയുന്നത് പോലെ എനിക്കിനി ഒരിക്കലും പഴയ രവിയാവാൻ കഴിയില്ല. എന്നെ വിശ്വസിക്കും. ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക്. അതിന് ചെറിയൊരു പോറലേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രവിയേട്ട. ഇല്ല ഇന്ദു, ഇന്നു മുതൽ മരണം വരെ നിനക്കെന്ന് വിശ്വസിക്കാം. എന്താ സാറേ, ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതായി പാല് കുടിക്കൂ. പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ? നീ വന്നേ. വാ, വാ, വാ. അമ്മ വരട്ടെ. അച്ഛാ, നിന്നോട് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. വേണ്ട ശാരി, വെറുതെ എന്തിനാ അവിടെ ക്ലാസ് മുടക്കുന്നത്? അവളെ ഇവിടുന്ന് കോൺവെന്റിൽ കാറി കൊണ്ടു വിടാം. 1/2 മണിക്കൂറല്ലേ ആവൂ. ഇവിടെ വന്നാ അവള് പഠിക്കില്ല, മഹാകള്ളിയാ. അമ്മേ വരട്ടെ. ശരി ശരി മോനെ. ആ, എന്താ തോമസ്? ഞാൻ വീട്ടിൽ വന്നപ്പോ കോടതി പോയി എന്ന് പറഞ്ഞു. എന്നാ കേസ് വെച്ചിരിക്കുന്നത്? 26-ാം തീയതി. സാക്ഷികളൊക്കെ പ്രിപ്പയർഡ് ആണോ? 4 പേരെ ശരിയാക്കിയിട്ടുണ്ട്. 4 പേരുണ്ടോ? ദാറ്റ്സ് ടു മച്ച്. ആ പിന്നെ ആ വർക്ക് വേണ്ട. അയാൾ ഇവിടെ വന്നൊന്ന് പറയും, കോടതി ചെന്ന് മറ്റൊന്ന് പറയും. അയാളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതി സാക്ഷികളുമായി വീട്ടിലേക്ക് വരും. ശരി, ഞാൻ വരട്ടെ. ഓ.
എന്നാ മോളെ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ കാർ അയച്ചിരുന്നു. അയ്യോ ഡാഡി, ഒരു കേസ് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ ഈവനിങ് ഫ്ലൈറ്റ് ഞാൻ വരാം. എയർപോർട്ട് വണ്ടി അയക്കൂ. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നിന്റെ അങ്കിൾ എന്തെടുക്കുന്നു? അങ്കിൾ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ഓക്കെ ഡാഡി, ഓക്കെ, ബൈ ബൈ. ആ അങ്കിൾ, ഡാഡി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. ഏതായാലും നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്. ഉം? എന്താ ഗോപാല? ഡോക്ടർ, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. എന്താ? നേരത്തെ വാങ്ങിയ രൂപയടക്കം ഞാൻ ഒരുമിച്ച് തരാം. കാര്യം എന്താന്ന് പറയും. എന്റെ ചേട്ടന് ഷാലിമാർ ഹോട്ടലിലെ ജോലി. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ സുഖമില്ലാതെ കിടപ്പില്ല. വീട്ടിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഗോപാലിന് എത്ര രൂപയാ വേണ്ടത്? ഒരു 50 രൂപ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഡോക്ടർ പോകുന്നില്ലേ? ഓ, രവി സാറ് വരണായിരിക്കല്ലേ? അതെ, ഇത്ര സമയമായിട്ടും കണ്ടില്ല. ടാക്സി വിളിക്കണോ? വേണ്ട, രവിയേട്ടൻ വരാതിരിക്കില്ല. ഓ, എന്റെ ഡാഡി സലിമംഗൾ കൊണ്ടുവന്ന ട്രെയിനാ. കൊള്ളാവല്ലോ മോളെ. അയ്യോ ഡാഡി, മമ്മി അവിടെ? ഇന്ദു വന്നില്ലേ? ഇല്ല. കോൺഫറൻസ് കഴിയുമ്പോൾ ഏറ്റവും വന്ന് വിളിച്ചു പറയാൻ ഞാൻ ആ തോമസിനോട് പറഞ്ഞാണല്ലോ. അവൻ മറന്നു കാണും. മണി 8 ആയല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. വേഗം വരണേ ഡാഡി. ആന്റി കളിക്കാം. ഇത്ര നേരമായിട്ട് സാറിനെ കാണുന്നില്ലല്ലോ. മണി 8 കഴിഞ്ഞു. ഒരുപക്ഷെ ഡോക്ടർ പോയി കാണുമെന്ന് കരുതി സാറ് വീട്ടിലേക്ക് പോയിരിക്കും. ഗോപാലൻ പോയി ടാക്സി വിളിച്ചോണ്ട് വരൂ. ശരി ഡോക്ടർ. ഗോപാല, ഇന്ദു ഭാഗത്തുണ്ടോ? ഉണ്ട്. ഡോക്ടർ ഭയങ്കര ചൂടില്ല. സാറ് വേഗം എത്തിക്കല്ലേ. ഞാൻ കോൺഫറൻസിന് തോമസിനെ വിളിച്ചപ്പോ അപ്പൊ വീട്ടിൽ ചെന്നപ്പോ സലീം ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. പോ.
പശുക്കുട്ടി വട്ടം ചാടിയതാ. എന്താണിങ്ങനെ ഓടുന്നത്? ഗതികേട്. അപ്പൊ ഞങ്ങൾ വരട്ടെ. അപ്പൊ അവര് പോയി കേട്ടല്ലേ? പോവാം. പോട്ടെ. മമ്മിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ദിവസം ഡാഡി വന്നാലേ വരത്തുള്ളൂ. ഡോക്ടർ സാറിന്റെ ഒരു കോപം. ഓടി ഓടുന്നു. മോളെ, മമ്മി ഡാഡിയോട് പിണങ്ങിയിരിക്കുവാ. അതെയോ? മമ്മി പെരിങ്ങ പണങ്ങട്ടെ, ഡാഡിക്ക് ഞാനില്ലേ? അയ്യോ മോളെ, മമ്മി പിണങ്ങിയ ഡാഡിയുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അതെന്താ? അത് ശരി. അല്ല, നമ്മളിപ്പോ ശാപ്പാടിന് എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. കൊള്ളാമല്ലോ.